ഹായ് ഹലോ കൂട്ടുകാരെ, നമുക്ക് വെണ്ണ വെച്ച് നമുക്ക് നെയ്യ് എടുക്കാമേ. പാൽപ്പാടയാണിത്. പാൽപ്പാട ഞാൻ ദിവസവും എടുക്കുന്ന പാൽ അനത്തിയിട്ട് അതിൽ നിന്ന് എടുത്ത് വയ്ക്കുന്ന പാട ഫ്രീസറിൽ വെച്ചെടുത്തതാണേ. നമുക്ക് ചട്ടിയിലിട്ട് രാവിലെ എടുത്ത് വെളിയിൽ വെച്ചിരുന്ന് എന്നിട്ട് തണുപ്പ് മാറിയതിന് ശേഷം ഇതേപോലെ ആയപ്പോൾ അതിനെടുത്ത് പാത്രത്തിട്ട് ഒരു വലിയൊരു പാത്രമായിരിക്കണം എടുക്കണത്, അല്ലെങ്കിൽ ഇത് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നെയ്യായി വരുമ്പം പൊങ്ങി മറിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന പാത്രം കുറച്ച് വലുതായിരിക്കണം. അങ്ങനെ പാത്രത്തിൽ എടുത്തിട്ട് അതിന് ഇനി നമുക്ക് ഉരുക്കിയെടുക്കാമേ. ഒരു 10-15 മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ. അപ്പോഴേക്കും നെയ്യ് റെഡിയായി വരും. എടുത്തിട്ട് അത് ചൂടായപ്പോൾ തന്നെ അത് മെൽറ്റായി. ഇനി അതിനെ നന്നായിട്ട് തിളച്ച് വറ്റി ആദ്യം ഒന്ന് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു കുറുകൽ പോലെ വരും, കുറുകി വരും. അത് കാര്യമാക്കണ്ട. അത് പിന്നീട് അതങ്ങ് ലൂസായി നല്ല നെയ്യ് നല്ലപോലെ തെളിഞ്ഞ് വരും. നല്ല മഞ്ഞ നല്ല സൂപ്പർ നെയ്യാക്കി കിട്ടും. നമ്മൾ പാല് വാങ്ങിക്കുന്നതിന് ഒരു നഷ്ടവും ഇല്ല. നമുക്ക് ഇതുപോലെ നെയ്യ് എടുക്കുകയാണെങ്കിൽ നെയ്ക്ക് തന്നെ 1 കിലോ നെയ്ക്ക് 1000-1500 രൂപ വരെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ നെയ്യ് എടുത്തു കഴിഞ്ഞാൽ പാലിന് പാലുമായി നെയ്ക്ക് നെയ്യുമായി. നമ്മൾ ഇതുപോലെ പാല് അനത്തിയിട്ട് കാച്ചിട്ട് അതിനെ ഇറക്കി തണുപ്പിക്കാൻ, ചെറുതായിട്ടൊന്ന് തണുത്ത് വരുമ്പോൾ എടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ആ പാല് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പാട മുകളിൽ പൊങ്ങി വന്ന് നിൽക്കും. അതിന് നമ്മൾ കോരി ഒരു പാത്രത്തിലിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മതി. അങ്ങനെ 1 മാസത്തോളമായ നെയ്യാണ് ഈ കാണുന്ന ഞാൻ എടുത്ത് ഉരുക്കുന്നത്. അപ്പോൾ അത് നല്ലപോലെ നെയ്യ് തെളിഞ്ഞ് സൂപ്പറായി വന്ന് കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ ഇത് അടി പിടിക്കും. പാലിൻ്റെ അംശം ഉള്ളത് കൊണ്ട് അടി പിടിച്ച് കരിഞ്ഞു പോകും. അതുകൊണ്ട് നല്ല കൈ ഇളക്കാതെ ഇതുപോലെ ഇങ്ങനെ ഇളക്കുമ്പോൾ നെയ്യ് നല്ല തെളിഞ്ഞ് അതിൻ്റെ പാലിൻ്റെ അംശം താഴെ ഒട്ടുമായി ഇങ്ങനെ ഇനിയിപ്പോൾ നെയ്യായി വന്ന് എന്നതിൻ്റെ ലക്ഷണമാണ് ഈ പതഞ്ഞ് വരുന്നത്. പതഞ്ഞിങ്ങനെ വരും. ഇതിൻ്റെ ഇളക്ക് ചെറുതായിട്ടൊന്ന് എവിടെ പിടിച്ചാണ് അതിൻ്റെ ശകലം ഒന്ന് ചുമന്ന കളറിൽ കിടക്കുന്നത്. അത് നമ്മൾ കൈ എടുക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണ്ട. അവിടെ ചെറുതായിട്ടൊന്ന് അവിടെ പിടിച്ചതാണ് ആ ഒരു ചുമന്ന പാട കണക്ക് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ കൈ ഇളക്കാതെ ഇത്ര ഒന്നും ഇങ്ങനെയൊന്ന് പിടിച്ചെന്ന് പറഞ്ഞ പ്രശ്നമില്ല. ഒരുപാട് അടി പിടിച്ചു പോയാൽ നെയ്ക്ക് വേറൊരു ടേസ്റ്റാകും. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ഇപ്പോൾ അത് നെയ്യായി വരെയാണ് നല്ല പതഞ്ഞ്. ഇങ്ങനെ പതയുമ്പോൾ ഞാൻ വലിയ പാത്രം എടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതാണ്. ഇങ്ങനെ പതഞ്ഞ് കഴിഞ്ഞാൽ ഇത് പൊങ്ങി വരും. പതഞ്ഞ് പൊങ്ങി ഇഞ്ഞ് പോരും. വന്നു കഴിഞ്ഞാൽ മറിഞ്ഞ് നെയ്യെല്ലാം കൂടെ മറിഞ്ഞ് പുറത്ത് പോകും. അപ്പം വലിയ പാത്രമാകുമ്പോൾ അതിനകത്ത് തന്നെ നിൽക്കും. എന്നിട്ട് പതയുമ്പോൾ നമ്മൾ കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് പരുവാകുമ്പോൾ അതിൻ്റെ അടിയിൽ വെളുത്ത് കിടന്ന പാട അത് നല്ല ചുമന്ന കളറിലാവും. പാലിൻ്റെ അംശം അത് മൂത്ത് വരമണ്ട. നല്ല മൂത്ത് വരെയാണ്. നെയ്യ് ഒരുപാട് നല്ലപോലെ മൂത്തില്ലെങ്കിലും നെയ്യ് ഇരുന്ന് പാഴിപ്പോവും. ഒരു മാതിരി കനച്ച ഒരു ചേവ പോലെ വരും. നെയ്യ് മൂക്കുന്നെന്നുള്ള നെയ്യ് നല്ല പരുവായെന്നുള്ളത് പൊടി കണക്ക് മുകളിൽ വരും. ഇതിപ്പോൾ ഞാൻ ഇറക്കി വെച്ച് പരുവായി. അതിൻ്റെ അടിയിൽ നല്ല സ്വർണ്ണ നിറത്തിൽ ഒരു നല്ല ചുമന്ന നിറത്തിൽ ഈ കരട് കിടക്കും. ഇതിൻ്റെ വേസ്റ്റ് നമ്മൾ ഇറക്കി വെച്ചിട്ടും ഇളക്കൊക്കെ മാറ്റരുത്. ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ ഇത് പൊങ്ങി മറിഞ്ഞ് കളയും. ഒന്ന് തണുവാവുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇത് ഞാൻ കുറേ നേരം കഴിഞ്ഞ് ഇറക്കി വെച്ച് കുറച്ച് നേരം കഴിഞ്ഞ് ഇത് ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലോട്ട് ഈ നെയ്യ് അരിച്ചെടുക്കാം. ഒരു അരിപ്പ് വെച്ചിട്ട് ചൂടോട് വേണമെങ്കിലും അരിച്ചെടുക്കാം. പക്ഷേ ഇതുപോലെ ഇരുമ്പിൻ്റെ അരിപ്പ് വെച്ച് അരിക്കാവും. മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പ് വെച്ച് അരിക്കല്ലേ, അത് പൊട്ടിപ്പോവും. അപ്പോൾ നല്ലപോലെ നമുക്ക് അരിച്ചെടുക്കാം. നല്ല ശുദ്ധമായ നെയ്യാണ്. ഈ നെയ്യെന്ന് പറഞ്ഞാൽ ഗുണവും മണവും രുചിയും കൂടുതലാണ്. നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കണ േക്കാളും നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന നെയ്ക്ക് നല്ല രുചിയാണ്. ഇത് കൊച്ചു പിള്ളേർക്കൊക്കെ നാക്കിൽ തേച്ച് കൊടുത്താൽ ശകലം നെയ്യെടുത്ത് രാവിലെ പിള്ളേർക്ക് കൊടുത്താൽ അവർക്ക് നല്ലതാണ്. നല്ല നിറം കിട്ടും. പിള്ളേരുടെ ശരീരമെല്ലാം നല്ല മിഴുമിഴാന്നാവും. അതുപോലെ ഗർഭിണികളും കഴിക്കുന്നത് നല്ലതെന്ന് പറയും. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നെയ്യാകുമ്പോൾ നമുക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുമല്ലോ.
അല്ല ഇതിപ്പോൾ ഈ കരട് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ വെച്ചിരിക്കുമ്പോൾ ഇതിൽ നെയ്യുടെ അംശമുണ്ട്. അത് കുറേ ഇറ്റിറ്റ് വീണിട്ട് കുറേ കഴിയുമ്പം നമുക്കിതിനെടുത്ത് ഇതിനെ കളയരുത്. ഇതിനിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതുകൊണ്ട് ഇതിൽ ഒരുപാട് നെയ്യുണ്ട്. എല്ലാവരും ഇതുപോലെ വാർത്തെടുത്തിട്ട് നെയ്യെല്ലാം ഊറ്റിയെടുത്തിട്ട് അങ്ങ് കളയുകയാണ് ചെയ്യണത്. പക്ഷേ ഞാൻ കളയില്ലാണ്ട് അത് ആ പാത്രത്തിൽ തന്നെ തട്ടിയിട്ടിട്ട് അതിന് കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കണം. എന്ന് പറഞ്ഞാൽ അതിന് നെമക്ക വെള്ളം ഒഴിക്കണം. ഇതതിൻ്റെ കരടാണ്. ഇതിനകത്തോട്ട് നെമക്ക വെള്ളം ഒഴിച്ചിട്ട് അത് അടുപ്പിൽ തന്നെ വെച്ചിട്ട് തിളപ്പിക്കണം. അതിനകത്ത് അവിടെ ഇരുന്ന് തിളക്കട്ടെ. അപ്പോൾ നമുക്ക് ഈ നെയ്യ് നമ്മൾ അരിച്ചെടുത്ത നെയ്യ് ഒരു കുപ്പിയിലോട്ട് ഒഴിച്ചെടുക്കാം. അപ്പം 1 കിലോ നെയ്യോളം ഉണ്ട്. ഇത്ര ഞാൻ ഒരു ഐസ്ക്രീമിൻ്റെ ടിന്നിലൊരു ഫാമിലി ഐസ്ക്രീമിൻ്റെ ടിന്നിനകത്തായിരുന്നു ഈ നെയ്യ് എടുത്ത് വെച്ചിരുന്നത്. ഇത്രയും നെയ്യ് കിട്ടിയുണ്ട. നല്ല മഞ്ഞ കളർ, നല്ല ഗോൾഡ് കളർ, മഞ്ഞയെന്നും പറയാൻ പറ്റില്ല, നല്ല സ്വർണ്ണ നിറവുമാണ്. അതങ്ങനെ ഒഴിച്ച് മാറ്റി വെച്ച് അടുത്തതുണ്ട്. ഇത് ഞാൻ കരടിനാണ് വെള്ളം ഒഴിച്ച് വെച്ചതാണ്. അതിരുന്ന് തിളക്കുകയാണ്. ഇനി തിളച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് തിളച്ച് ഇതിൻ്റെ അകത്തുള്ള നെയ്യെല്ലാം ഈ വെള്ളത്തിലങ്ങാവും. തിളച്ച ശേഷം നമുക്കിനി അതിനെ ഒന്ന് അരിച്ചെടുക്കാം. ഉണ്ടോ? അതും അതുപോലെ തന്നെ അരിപ്പ് വെച്ചിട്ട് നമുക്ക് അരിച്ചെടുക്കാം. എല്ലാം നീക്കിയിട്ട് ഫുള്ളായിട്ട് നീക്കിയിട്ടതിന് ശേഷം നമുക്കിത് അരിച്ചെടുക്കാം. ആ സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. കൈ കൊണ്ട് പിഴിഞ്ഞാൽ കുറച്ചും കൂടെ കിട്ടും. പക്ഷേ സ്പൂൺ കൊണ്ട് ഇപ്പോൾ ചൂട് നമുക്ക് കൈ കൊണ്ട് പിഴിഞ്ഞെടുക്കത്തില്ലല്ലോ. തണുത്ത് പോയി കഴിഞ്ഞാൽ നെയ്യ് കുറച്ച് അതിൽ വീണ്ടും ഉറഞ്ഞു പിടിക്കും, നെയ്യല്ലേ. അപ്പോൾ ഇതിനെ നല്ലപോലെ സ്പൂൺ വെച്ച് തന്നെ നല്ലപോലെ അമർത്തി പിഴിഞ്ഞെടുത്താൽ മതി. നന്നായിട്ട് അമർത്തി അങ്ങ് പിഴിഞ്ഞെടുക്കണം. മൊത്തമായി ഉണ്ടോ? അപ്പോൾ ആ കരടിൻ്റെ കളർ പോലും മാറിപ്പോയി. മറ്റത് അതിലിരുന്ന നെയ്യ് മൊത്തവും ഈ പാത്രത്തിൽ ഉണ്ടാകും. നല്ല മഞ്ഞ കളറിലെ നെയ്യ്. ഇത് വെള്ളവും കൂടെ ഉണ്ട് ഇതിനകത്ത്. നെയ്യ് മാത്രമല്ല, കരടിലിരുന്ന നെയ്യും കൂടെ ഇതിനകത്തോട്ടായിട്ടുണ്ട്. നമ്മൾ തിളയ്ക്കുമ്പം ചൂടാകുമ്പം നെയ്യ് അതിനകത്തോട്ടായതാണ്. പിന്നെ ഈ കരടിലൊട്ടും നെയ്യുടെ അംശമില്ല. ഇനി എന്ത് ചെയ്യണം? ഈ നെയ്യ് നമുക്ക് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിൽ വെക്കല്ലേ. ഫ്രീസറിൽ വെച്ചാൽ വെള്ളവും കൂടെ കട്ടിയായി പോകും. അപ്പോൾ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിരുന്ന കുറച്ച് കഴിഞ്ഞ് ഞാനിതിപ്പോൾ ഇന്നലെ രാത്രിയിലാണ് ഇത് ഞാൻ ശരിയാക്കി. ഇന്ന് രാവിലെയാണ് പിഴിഞ്ഞെടുത്തിട്ട് ഇന്നലെ രാത്രിയിൽ ഉണ്ടാക്കിയിട്ട് അപ്പോഴത്തന്നെ പിഴിഞ്ഞ് വെച്ചതാണ് ഫ്രിഡ്ജിൽ വെച്ച്. എന്നിട്ട് ഇന്ന് രാവിലെ എടുത്താണ് ഇത് എടുത്തോണ്ട്. അപ്പോൾ രാവിലെ എടുത്തപ്പം നെയ്യെല്ലാം ഉറഞ്ഞ് അതിൻ്റെ ആ വേസ്റ്റ് വെള്ളം ഇങ്ങ് പുറത്ത് വരും. ഒന്ന് ചരിച്ചെടുക്കുമ്പോൾ ആ വെള്ളം അത്രയും പുറത്ത് പോകും. ബാക്കി നെയ്യാണ് ഈ പാത്രത്തിലിങ്ങനെ ഉറഞ്ഞിരിക്കുന്നത്. ഇത്രയും നെയ്യും കൂടെ ആ കരടിലുള്ളതാണ്. അതെടുത്ത് കളഞ്ഞാൽ നമുക്ക് ഇത്രയും നെയ്യ് വേസ്റ്റായി പോവുകയാണ് ചെയ്യണത്. അപ്പോൾ ഒരു ശകലം പോലും നെയ്യ് നമ്മൾ വേസ്റ്റാക്കി കളയാതെ ആ കരടിൽ നിന്നും നമ്മൾ ആ വേസ്റ്റിൽ നിന്നും എടുത്ത നെയ്യാണത്. ഇത്രയും നെയ്യ് ഇത് ഇതിൽ വെള്ളത്തിൻ്റെ അംശമുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെടുത്ത് ഒന്നും കൂടെ ഒരു പാത്രത്തിൽ തട്ടിയിടുക. പാത്രത്തിലിട്ട് അത് ചൂടടിച്ചാൽ തന്നെ അത് മെൽറ്റായി. ഇനി അതിനെ നന്നായിട്ട് ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട് പൊടാന്ന് പൊട്ടും. വെള്ളം ഉള്ളതുകൊണ്ട് ആ പൊട്ടലങ്ങ് തീർന്നതിന് ശേഷം നന്നായിട്ട് ഇപ്പം അങ്ങ് തിളച്ചിട്ട് പൊട്ടുകയാണ്. വെള്ളത്തിൻ്റെ അംശം നമ്മൾ എണ്ണ ഒഴിച്ചാൽ തന്നെ അതിലൊരു തുള്ളി വെള്ളം ഉണ്ടെങ്കിൽ പൊട്ടൂല. അതേപോലെ പൊട്ടും. ആ പൊട്ടലങ്ങ് നിൽക്കുമ്പം ഇത് നെയ്യ് പാകമായെന്നാണ്. വെള്ളത്തിൻ്റെ അംശം ഒട്ടും കാണരുത്. നന്നായിട്ട് എന്നിട്ട് ഇതിൻ്റെ കരട് മാതിരി നമ്മൾ ഈ തേനിൻ്റെയൊക്കെ മെഴുകുണ്ടല്ലോ, മെഴുക്ക് പോലെ സ്പൂണിലൊട്ടും. അങ്ങനെ മെഴുക്ക് പോലെയാണ് അതിൻ്റെ ഈ കരടിരിക്കുന്നത്. പാകമായി ആ തിളയൊന്ന് വറ്റി വരെയാണ് എൻ്റെ കരട്. ഒരു ശകലമേ കാണത്തുള്ളൂ എൻ്റെ കരട്. അത് തിളച്ച് അത് വെള്ളം വറ്റിയിട്ട് ഒരു കുറച്ച് സമയം കൂടെ നമ്മൾ വെച്ചേക്കണം. മൊത്തവും വെള്ളം വറ്റുന്നത് വരെ വെച്ചിരിക്കണം. പക്ഷേ കരിഞ്ഞു പോകരുത്. അപ്പോഴേക്കും നമ്മൾ ഇറക്കണം. ഇത് പരുവായി. കരടിൻ്റെ കളറ് ഈ ഒരു കളറായി വരണം.
നമ്മൾ കറണ്ട് കൊണ്ട് ഇങ്ങനെ നീക്കുമ്പോൾ തന്നെ അത് കറണ്ടിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ഇനി വരും. കറണ്ടിയിൽ ഇങ്ങനെ വരും. അതിന് നമ്മൾ അരിച്ചെടുത്തിട്ട് കുപ്പിയിലൊഴിച്ച് വെച്ചാൽ മതി. കണ്ട, അതാണ് എൻ്റെ കരട്. ബാക്കി ഇത്രയും നെയ്യും കൂടെ നമുക്ക് ആ വേസ്റ്റിൽ നിന്ന് കിട്ടിയതാണ്. ആ വേസ്റ്റിൽ നിന്ന് എടുത്ത് ഇത് തന്നെ ഒരു 100 ഗ്രാം നെയ്യോളം ഉണ്ട്. 100 ഗ്രാം നെയ്യ് വാങ്ങിക്കണമെങ്കിൽ തന്നെ എത്ര രൂപ കൊടുക്കണുണ്ട്. അതും അതുപോലെ തന്നെ നല്ല മഞ്ഞ നിറത്തിൽ ഒരു കുഴപ്പമില്ലാത്ത നെയ്യാണ്. വെള്ളം മൊത്തം വറ്റിച്ചെടുക്കണമെന്നേ ഉള്ളൂ. എന്താ ഞാൻ മറ്റേ നെയ്യുണ്ട രാവിലെ ആയപ്പോഴത്തേക്ക് ആ നെയ്യ് നല്ല കട്ടിയായി, നല്ല എന്ത് കളറാണ് നോക്കിക്കാണ്. എന്തൊരു കളറാണെന്ന് പോലും പറയാം. അത്ര സ്വർണ്ണ കളറുള്ള നല്ല സൂപ്പർ നെയ്യാണ് അത്. നല്ല മണവും രുചിയാണ്. നമുക്ക് തന്നെ എടുത്ത് കുടിക്കാൻ തോന്നും, അത്ര രുചിയാണ്. പിന്നെ ആ കരട് നെയ്യാണ്, കരടിൽ നിന്ന് എടുത്ത നെയ്യാണ് ഈ കുപ്പിയിലോട്ട് ഞാൻ ഒഴിച്ചെടുക്കുന്നത്. കണ്ടോ, ആ നെയ്ക്കും അതേപോലെ ആ കളറാണ്. അതിന് വേറെ ഒരു കുഴപ്പമില്ല. അതും അതുപോലെ ഉണ്ടോ, അത്രയും നെയ്യും കൂടെ കിട്ടി. ഇത്രയും നെയ്യും കൂടെ കിട്ടി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ്